ഹായ് ഫ്രണ്ട്സ്, വണ്ടിപ്പിടിക്കാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു റേഞ്ച് റോവറിൻ്റെ സ്പോട്ടാണ്. ഈ വാഹനം വർക്ക്ഷോപ്പിൽ വന്നിരിക്കുന്നത് സർവീസിനും അതേമാതിരി തന്നെ ഈ വാഹനത്തിലൊരു എഞ്ചിൻ ലൈറ്റിൻ്റെ ഒരു വാർണിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനത്തിൽ നമ്മൾ എന്താണ് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്, അതേമാതിരി തന്നെ ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന DTC എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മളിന്ന് ഡയഗ്നോസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒറിജിനൽ റേഞ്ച് റോവറിൻ്റെ ടൂളൊന്നല്ല, നമ്മുടെ അടുത്ത് അത് ഉണ്ട് താനും. ഇത് ഒറിജിനൽ റേഞ്ച് റോവറിൻ്റെ സ്കാനിങ് ടൂളാണ്. അതേമാതിരി തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയ ഒരു ടൂളാണ് ഈ ചെറിയ കാണുന്ന ഓട്ടലിൻ്റെ മാക്സിസ് എലൈറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ തന്നെ അൾട്രയും കൂടി ഉണ്ട് നമ്മുടെ അടുത്ത് അവൈലബിൾ. അതിപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടിൻ്റെ ചാർജിങ് യൂണിറ്റ് ആണ് ഇവിടെ. അപ്പോൾ നമുക്ക് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ചാർജിന് ഇതേമാതിരി കുത്തി വെക്കാം. ഇതിപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യാം. എന്താണ് DTC എന്ന് നമുക്കറിയാൻ വളരെ എളുപ്പമുള്ളൊരു ടൂള് തന്നെയാണ് ഈ കാണുന്ന മാക്സിസിൻ്റെ എലൈറ്റും. ഏതാണ് അൾട്ര ആണെങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്ക് അതിൻ്റെ അകത്ത് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ ഈ വാഹനത്തിൽ മാക്സിസിൻ്റെ എലൈറ്റ് കൊണ്ടാണ് ഞാനിപ്പം DTCയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എഞ്ചിൻ ലൈറ്റിൻ്റെ വാർണിംഗ് വന്നിട്ടുണ്ട്. വാഹനം സ്റ്റാർട്ടിങ്ങിലാണ്. അപ്പോൾ നമുക്ക് ഓട്ടോ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് സ്കാൻ ആവുന്നത് കാണാം. ഇനി നിങ്ങൾക്ക് പവർ കൺട്രോൾ യൂണിറ്റിൻ്റെ മാത്രം നിങ്ങൾക്ക് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് എന്താണെന്ന് DTC നോക്കാനും സാധിക്കും. ഇതിപ്പോൾ ഞാനിപ്പോൾ കംപ്ലീറ്റ് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ട ആവശ്യം കൊണ്ട് ഞാനത് കംപ്ലീറ്റ് സ്കാൻ ആവുന്നത് വരെ കാത്തു വെക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു തവണ പവർ കൺട്രോൾ യൂണിറ്റിൻ്റെ മാത്രം മതിയെന്നുണ്ടെങ്കിൽ, പവർ കൺട്രോൾ മൊഡ്യൂളിൻ്റെ മാത്രം മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാനും സാധിക്കും. അല്ല, ഏത് മൊഡ്യൂളാണ് വേണ്ടത് നിങ്ങൾക്ക് അത് മാത്രം സെലക്ട് ചെയ്തിട്ട് സ്കാൻ ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതിപ്പോൾ ഞാൻ കംപ്ലീറ്റ് 100 ആവുന്നവരെ ഞാൻ നിൽക്കുന്നു. എത്ര മൊഡ്യൂളുണ്ട് അത് മൊത്തം റീഡ് ആവുന്നത് നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ ഗിയർ ലിവർ 2 ടൈപ്പ് വരാറുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഒരു ഗിയർ ലിവറിന് ഒരു കംപ്ലൈൻറ്റും കൂടി ഉണ്ട്. നമുക്കിതിൻ്റെ ഈ സ്വിച്ച് തന്നെ ഒരു സെപ്പറേറ്റ് നമുക്ക് മാറാൻ സാധിക്കുന്നതാണ്. മുമ്പ് അതിനൊരു റീകോൾ ക്യാമ്പയിനും കൂടി ഉണ്ടായിരുന്നു ആ ഗിയർ ലിവറിന്. അപ്പോൾ അതിൻ്റെ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇനി എപ്പോഴെങ്കിലും മാറുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ട് തരാം. ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന DTC എഞ്ചിൻ്റെ അകത്ത് പവർ കൺട്രോൾ മൊഡ്യൂളിൻ്റെ അകത്ത് 3 DTC വന്നിട്ടുണ്ട്. ആ 3 DTC എന്താണ് എന്നുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാം. ഇപ്പം മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം പവർ കൺട്രോൾ യൂണിറ്റിൽ സിസ്റ്റം ടു ലീൻ ഓഫ് ഐഡിൽ ബാങ്ക് 2, സിസ്റ്റം ടു ലീൻ ഓഫ് ഐഡിൽ ബാങ്ക് 1. അതിൽ പെർമനൻ്റ് ആയിട്ട് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അതേമാതിരി തന്നെ മാസ് എയർ ഫ്ലോയുടെ ഒരു ഫോൾട്ടും കൂടി ഉണ്ട്. മാസ് എയർ ഫ്ലോ സർക്യൂട്ട് ഓഫ്സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾട്ടും കൂടി ഉണ്ട്. എന്നാൽ നമ്മൾ ഈ വാഹനത്തിൽ എയർ മാസ് സെൻസറോ MAF ഒന്നും നമ്മൾ മാറിയിട്ടില്ല. ഈ വാഹനത്തിൻ്റെ അകത്ത് പെട്ടെന്ന് നമുക്ക് പലതരം കംപ്ലൈൻറ്റുകൾ വരാം. എന്നാൽ ഈ വാഹനത്തിൽ മാറിയിരിക്കുന്ന പാർട്സ് എന്താണെന്നുള്ളതും ഞാൻ കാണിച്ചു തരാം. ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന എഞ്ചിനും ഞാൻ കാണിച്ചു തരാം. ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത് എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു V8 എഞ്ചിനാണ്. V8 സൂപ്പർ ചാർജർ എഞ്ചിനാണ്. ഈ വാഹനം വന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു ഫോൾട്ട് വന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് നോക്കാനുണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ഫ്യൂൽ ടാങ്കിൻ്റെ ക്യാപ്പാണ്. ഈ വാഹനത്തിൽ ഫ്യൂൽ ടാങ്കിൻ്റെ ക്യാപ്പ് മിസ്സിങ് ആയിരുന്നു. ഇത് കണ്ടല്ലോ. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഫ്യൂൽ ടാങ്കിൻ്റെ ക്യാപ്പ് നമ്മൾ ആദ്യം തന്നെ മാറിയതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാപ്പ് ഇല്ലെങ്കിലും എഞ്ചിൻ ലൈറ്റ് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട്. കാരണം ഈ വാഹനത്തിൻ്റെ ക്യാപ്പ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ എഞ്ചിൻ ലൈറ്റ് വരും. പക്ഷേ ഈ വാഹനത്തിൽ നമ്മൾ ക്യാപ്പ് മാത്രമല്ല മാറിയിട്ടുള്ളത്. ഇതിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ക്യാപ്പ് നമ്മൾ മാറിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടും കൂടിയുണ്ട് ടൈറ്റൻ അണ്ടിൽ ദ ക്യാപ്പ് ക്ലിക്സ്. ഈ ഫ്യൂൽ ടാങ്കിൻ്റെ ക്യാപ്പ് കൃത്യമായി ടൈറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും അതേമാതിരി തന്നെ ഇത് മിസ്സിങ് ആയി കഴിഞ്ഞാലും ഇതിൻ്റെ അകത്ത് എഞ്ചിൻ ലൈറ്റ് വരാൻ സാധ്യത കൂടുതലാണ്. ഈ വാഹനം കസ്റ്റമർ എവിടെ നിന്ന് പെട്രോൾ അടിച്ച സമയത്ത് ക്യാപ്പ് മിസ്സിങ് ആയതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ക്യാപ്പ് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന ഈ 3 DTCക്ക് കാരണം ഈ ഒറ്റ ക്യാപ്പ് കൊണ്ട് മാത്രമല്ല, നമ്മൾ ഈ വാഹനത്തിൽ 2 പാർട്സും കൂടി നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ പല കാരണങ്ങൾ കൊണ്ട് ഈ വാഹനത്തിൽ എഞ്ചിൻ ലൈറ്റ് വരാൻ സാധ്യത ഉണ്ട്. അതേമാതിരി തന്നെ ഓക്സിജൻ സെൻസർ, എയർ മാസ് സെൻസർ, അങ്ങനെയുള്ള പല കാരണങ്ങൾ വരാം. എന്നാൽ നമ്മൾ ഈ വാഹനത്തിൻ്റെ അകത്ത് നമ്മൾ മാറിയിരിക്കുന്ന 2 ഐറ്റം എന്ന് പറയുന്നത്, ഒന്ന് സിംബോസറാണ്. അത് ഈ വാഹനത്തിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിലായിട്ട് വരും. അപ്പോൾ ഈ കാണുന്നതാണ് സിംബോസർ. നമ്മൾ ഈ വാഹനത്തിൻ്റെ മാറിയിരിക്കുന്ന ഒരു സിംബോസറാണ്. ഈ വാഹനത്തിൽ കോമൺ ആയിട്ട് സിംബോസർ കംപ്ലൈൻറ്റ് വരാറുണ്ട്. ഒന്നുകിൽ ഇതിൻ്റെ ഹോസ് പൊട്ടാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ വാക്കത്തിൻ്റെ കണക്ഷൻ്റെ ഹോസ് പൊട്ടാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കംപ്ലൈൻറ്റ് കൂടുതൽ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിൻ്റെ സിംബോസറും മാറിയിട്ടുണ്ട്. അതേമാതിരി തന്നെ ഇതിൻ്റെ അകത്തൊരു പർജ് വാൾവ് വരുന്നുണ്ട്. ആ പർജ് വാൾവ് നമ്മൾ റിപ്ലേസ് ചെയ്തിട്ടുണ്ട്. പർജ് വാൾവിന് നോയ്സ് ഉണ്ടായിരുന്നു. ടിക് 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 ടിങ് എന്ന് പറയുന്ന ഒരു നോയ്സ്. ഈ ഒരു സാധനം കൂടുതൽ കംപ്ലൈൻ്റ് ആയിട്ട് കഴിഞ്ഞാൽ ഇതിന് മറ്റൊരു DTC വരുന്നതാണ്. അത് വന്നിട്ടില്ല, അതിന് മുമ്പായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ മാറിയിട്ടില്ല. അതിനുശേഷം നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് വേറെ എഞ്ചിൻ ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെയില്ല. അതേമാതിരി തന്നെ നമ്മൾ റോഡ് ടെസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി ഞാൻ വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനി ഇതേപോലെയുള്ള വർക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ചെയ്യുന്നുണ്ട് അവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.
പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.